നാഷണൽ NGO കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന സോഷ്യോ എക്കണോമിക് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇടുക്കി ജില്ലാ ബ്ലോക്ക് ഗുണഭോക്താ സംഗമം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനത്തിൽ നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ വനിതാ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും കാർഷിക തൊഴിൽ മേഖലകളിലൂടെ കൂടുതൽ പുരോഗതി കൈവരിക്കുകയുമാണ് സോഷ്യൽ എക്കണോമിക് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ബ്ലോക്കിലെ ഗുണഭോക്താക്കളുടെയും കോർഡിനേറ്റർമാരുടെയും പ്രത്യേക സംഘം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മൈതാനത്തിൽ നടന്നു. 2000-ലധികം പേർ പങ്കെടുത്ത സമ്മേളനം ഇടുക്കി ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എത്രയും വേഗം എത്താം, അതാണ് നമ്മുടെ എല്ലാം ഒരു പൊതു സമീപനത. തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് രാജ്യവ്യാപകമായി നടത്തുന്ന NGO സംഘടനകളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ വിവിധ പദ്ധതികൾ എന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സ്വാഭാവികമായ ഒരു ചോദ്യം വരുന്നത്, കേന്ദ്രത്തിൽ BJP ഭരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗവൺമെന്റിനെ അതിശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ടയാൾ ഈ പരിപാടി പങ്കെടുക്കുന്നത് ശരിയാണോ എന്ന് തോന്നരുതൊക്കെയുണ്ടാവാം. ഏത് പദ്ധതിയെ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതികൾ ജനപക്ഷ നിലപാടുകളെ സ്വാഗതം ചെയ്യുകയും എതിർക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുക എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ആരോഗ്യപരമായ കാര്യം. നമുക്കറിയാം, നീതി ആയോഗ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ആ നീതി ആയോഗ് പദ്ധതിയെ സംബന്ധിച്ച് ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അത് ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗ് തന്നെ നടത്തിയ സർവേയിൽ പറഞ്ഞത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ കേരളം 1ാം സ്ഥാനത്തെത്തി. ആരോഗ്യ പരിപാലന രംഗത്ത് കേരളം 1ാം സ്ഥാനത്തെത്തി. തൊഴിൽ രഹിതമായുള്ള സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി സ്ത്രീ ശാക്തീകരണ പദ്ധതിയിൽ കേരളം 1ാമതെത്തി. ഇപ്പം സ്വാഭാവികമായും അത്തരം പദ്ധതികളുടെ ഭാഗമായി വരുന്ന നാടിൻ്റെ പുരോഗതിയെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 50% നിരക്കിൽ നൽകുന്ന കാർഷിക ഉപകരണങ്ങളുടെയും ഫലവൃക്ഷ തൈകളുടെയും വിതരണോദ്ഘാടനം മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡിറ്റാജ് ജോസഫ്, റിൻഡ മോൾ, സീഡ് സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആലീസ് വർഗി, ചെയർപേഴ്സൺ ഷീബ സുരേഷ്, കോർഡിനേറ്റർമാരായ ബിന്ദു സക്രിയ, ടെസി തങ്കച്ചൻ, അനിറ്റ ജോഷി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.